കൊല്ലം ചവറ സ്വദേശിനി അതുല്യ ഷാർജയിൽ മരണപ്പെട്ടു. ആത്മഹത്യയല്ല, അത് കൊലപാതകം തന്നെയാണ്. സതീഷ് എന്ന് പറയുന്ന ഭർത്താവ് കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ്. പാവപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അതുല്യ. എല്ലാം സഹിച്ച് 10-11 വർഷവും കണ്ടായി കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പം മുതൽ ആ കുട്ടി അനുഭവിക്കാവുന്ന പീഡനം മൊത്തം സഹിച്ച് ആ സൈക്കോയുടെ കഴിഞ്ഞു. എത്രയോ വർഷം, 10-11 വർഷം കഴിഞ്ഞു. 10 വയസ്സായ ഒരു മകളുണ്ട്. ഇത്രയും സഹിച്ച് കഴിഞ്ഞ ഒരു പെൺകുട്ടി, ആ മകൾക്ക് വേണ്ടി ഈ അതുല്യ യവനെ സഹിച്ച് സഹിച്ചു പോയെന്ന് വേണം പറയാൻ. അടിയും ഇടിയും. മദ്യപാനത്തിൻ്റെ രാജാവ്. അവൻ കുടിക്കണതൊന്നും കുറഞ്ഞ കുപ്പിയൊന്നും അല്ല. ഒരു 2000 ഏറ്റവും കൂടിയ കുപ്പികളാണ് എടുത്തിട്ട് കുടിക്കുന്നത്. 2000 രൂപ ഒട്ടും കുറയാതെ വരുന്ന ഇതാണ് എടുത്തിട്ട് കുടിക്കണമെന്നാണ് പറയണത്. മദ്യത്തിനും അതുപോലെ മയക്കുമരുന്നും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് യവൻ. അപ്പം യവൻ്റെ വീട്ടുകാരുമായിട്ട് അവന് ഒരു ബന്ധമില്ല. അമ്മയാവട്ടെ ആരുമായിട്ടും ഒരു ബന്ധവുമില്ല. 5 വർഷവും കണ്ടേ ആയെന്ന് അവൻ്റെ വീട്ടിൽ അവൻ ഒരു കോള് പോലും ചെയ്തിട്ട്. അവനെ ഇവിടെ ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയും കൊണ്ട് അങ്ങ് പോയി. അവിടെ ഷാർജയിലാണ്. അവിടെ വേറെ ആരും ഇല്ലല്ലോ ചോദിക്കാൻ പറയണേ. ഈ കുട്ടി മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സഹോദരി വേറെ എവിടെയാണെന്ന് പറയണ്. അതിൻ്റെ അടുത്ത് എവിടെയൊക്കെയാണ്. ഈ പെൺകുട്ടിയെ നിരന്തരം യവന് അതിനകത്തിട്ട് പീഡനമായിരുന്നു. യവനെന്തോ ജോലി അങ്ങാണ്ടുണ്ട്, നല്ല ശമ്പളം ഉണ്ടെന്ന് പറയുന്ന, അത്യാവശ്യം നല്ല ക്യാഷൊക്കെ ഉള്ള ടീമാണ്. യവൻ ഈ അതുല്യയെ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള സൈക്കോള് പെരുമാറും കണക്ക് യവൻ മദ്യപിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ വന്നിട്ട് മദ്യപിച്ച് അറുമാദിച്ച് വന്നും കൊണ്ട് അവൻ എല്ലാ സാധനങ്ങളും വാരിയിട്ട് അടിച്ച് ഉടച്ച് ആ പെൺകുട്ടിയുടെ തലമണ്ടയ്ക്ക് കസേരയൊക്കെയാണ് എടുത്ത് വെച്ച് അടിക്കണത്. അവനെല്ലാം നശിപ്പിക്കും. എന്നിട്ട് കൈകളിലും മുഖത്തും എല്ലാം മുറിവേൽപ്പിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ ഭാഗ്യം പോലെ ഈ പെൺകുട്ടി എല്ലാം വീഡിയോയിൽ പകർത്തുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ അറിഞ്ഞ്. അങ്ങനെ വേണം ചെയ്യാനുള്ളത്. എന്നിട്ട് കൂട്ടുകാരികളുടെ അടുത്ത് പറയും, അമ്മയുടെ അടുത്ത് പറയും. ആദ്യം മുതൽ ഉള്ള സംഭവം മൊത്തം അമ്മയ്ക്കും അച്ഛനും അറിയാം. പക്ഷെ വീണ്ടും അവർ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും മക്കൾ അവിടെ അങ്ങ് കിടന്നോ, അവനുമായിട്ട് കഴിഞ്ഞോ, ഇനി വന്നാൽ നാണക്കേടല്ലേ. ഇങ്ങനെയൊക്കെയാണ് എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വിചാരിക്കണം. അപ്പം യവൻ ഇത്രത്തോളം ചെയ്ത് ഈ പെൺകുട്ടിയെ കൊന്ന് എന്തായാലും കെട്ടി തൂക്കിയതാണെന്നുള്ളത് അറിയാം. ഇതിന് മുമ്പൊക്കെ നടന്ന സംഭവങ്ങളെല്ലാം ഈ പെൺകുട്ടി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അവൾ കിടന്ന് വിളിക്കുന്നുണ്ട്. ഈ അടിക്കുമ്പോഴത്രയും കവിളൊക്കെ അള്ളിക്കീറി വെച്ചേക്കുന്നു. അതിന് ചെയ്യാൻ പറ്റണ അങ്ങേ അറ്റത്തരം യവൻ ചെയ്ത്. യവനെ ഒന്ന് നോവിക്കാൻ ആരും ഇല്ല എന്നുള്ളതൊരു വല്ലാത്ത കഷ്ടമാണ്. അപ്പം ഈ സൈക്കോ പറയണ ഇതെല്ലാം കഴിഞ്ഞ് കെട്ടി തൂക്കിയതിന് ശേഷം യവൻ വന്നിന്ന് കുറേ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. എനിക്കൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ജോലി പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ HR-മാരെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. 10ാം ക്ലാസ്, +2, ഞാൻ ഡിഗ്രി, ജോലിക്ക് വന്ന് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നപ്പോൾ സതീഷ് നിനക്കിത് പറ്റിയോടാ, എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എൻ്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ അവർ പറഞ്ഞു അവളാണ് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത്. അവൾ ദേഷ്യം വരുമ്പോൾ അവൾക്ക് അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം. അവൾക്ക് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളൂ. അവൾക്ക് കൈ കിട്ടിയൊക്കെ എടുത്ത് നോക്കുന്നു ഉണ്ടോ. ഇതൊന്നും അല്ല, ഇനിയുണ്ട്. ഇതൊന്നും ഞാൻ സ്വയം ചെയ്യുന്നതല്ലല്ലോ. അടിച്ചതിന്റെ പാടല്ല, പക്ഷെ എന്തിന്റെ പാടാണത്? ഇത് അടിച്ച പാടാട്ടെ മൊത്തം. ഇത് അവൾ എന്തൊക്കെ കാണിച്ചാണത്. അവന്റെ കാലും കയ്യും ഒക്കെ അവൻ പറയണ ഈ പെൺകുട്ടി അതുല്യ അവനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ അവൻ പൊക്കി കാണിച്ചു കൊടുക്കണം. ഇവന് ഷുഗർ പേഷ്യൻ്റൊക്കെയാണ്. ഇവൻ അങ്ങനെയും കണ്ട മുറിവ് വന്നത് അതൊക്കെയാണ് ഇവൻ പൊക്കി കാണിക്കണ പാടുകൾ. അതെല്ലാം ഈ പെൺകുട്ടി ചെയ്യണതാണെന്ന്. ഒരു പെണ്ണിനെ കൊണ്ട് എന്തായാലും അവരെ കൂടെ കഴിയുന്ന ഭർത്താക്കന്മാരെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതങ്ങനെയാണ്. ആ പെൺപിള്ളേരെ മനസ്സങ്ങനെയാണ്. പക്ഷെ അവന്മാരങ്ങനെയല്ല. അവന്മാർക്ക് വേറെ എന്തെങ്കിലും ബന്ധമോ അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയായിട്ട് വന്നിട്ട് അവന്മാർ കാണിക്കുന്നത് ഈ പെൺകുട്ടികളെ ഇട്ട് ഉപദ്രവിക്കും. അങ്ങേയറ്റം ഉപദ്രവിക്കും. അവർക്ക് അവിടെ കിടന്ന് നിലവിളിക്കാനേ പറ്റുള്ളൂ. ഒരു നാട്ടുകാരടുത്ത് പറയാൻ പറ്റൂല. എങ്കിൽ നാട്ടുകാരറിയും. അവരെ നാണക്കേടാണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഈ പെൺപിള്ളേരെ സ്വഭാവം. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പാട്ടി വീണയാണ്. അതല്ല, ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു.
ഞാൻ ബാത്റൂം വീണല്ലേ, ഇവളോട്ട് പ്രശ്നം വന്നപ്പോൾ ഇവിടെ എന്നെ തള്ളി ഞാൻ താഴെ പേടിച്ചാണ്. താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു. ആ സ്ലിങ്, ആ ബെൽറ്റ് ഊരി അവളെന്നെ അടിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞ് കാണിച്ചത് അവിടെ ദേഷ്യമാണ്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല. ആ കുഞ്ഞ് എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചാണ്. ആ കുഞ്ഞിന് എന്ത് പറ്റി എനിക്കറിയണം. അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല. അത് 100 അല്ല 200% ഞാൻ പറയുന്നു. എൻ്റെ കുഞ്ഞ് ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം, ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി. എനിക്കിതറിയണം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്നിട്ട് ഞാൻ ചാവത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ്, കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്ന് അവനെ അറിയണം. ഒന്നുകിൽ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു കാണിച്ചു. കുഞ്ഞിൻ്റെ അടുത്ത് അത്ര സ്നേഹമാണ് അവന് കേട്ടോ. ഇപ്പം പകൽ മാന്യനാണ് കേട്ടോ, വെളിയിൽ മാന്യൻ, പക്ഷെ അതിനകത്ത ക്രൂരൻ. എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കൂടെ ആരുമില്ല. ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കുകയായിരിക്കും, ഒരു ആഹാരം കഴിക്കുകയായിരിക്കും. ഞാൻ ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യനാണ്. ഞാൻ എപ്പോഴാണ് താഴെ വീഴുന്നത് എനിക്ക് തന്നെ അറിഞ്ഞു. ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ, ഉപദ്രവിച്ചിട്ടുണ്ട്. ശരി, നീ ഇൻസുലിൻ എടുക്കാൻ പണ്ടാരടങ്ങി നീ ചാവണം. നിനക്ക് ഇൻസുലിൻ അല്ല ഇതിനപ്പുറവും വരുവടാ. നീ അങ്ങനെ അമ്മാതിരിയാണ് നീ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. നീ ഇൻസുലിൻ എടുത്ത് നീ എവിടെ കിടന്ന് അനുഭവിച്ചിട്ട് അവന് ഇൻസുലിൻ എടുത്ത് അവൻ്റെ കാലൊക്കെ പഴുത്തിരിക്കണം. ഇവന് പഴുക്കണമല്ലോ. ഇവന് ആ പെൺകുട്ടിയെ ചെയ്ത ഉപദ്രവം ഉണ്ടല്ലോ, ഒരുപാട് സങ്കല്പങ്ങൾ കാണും. ഒരേ രക്ഷകർത്താക്കൾക്ക് ആ മക്കളെ പറഞ്ഞു വിടുമ്പോൾ അവർ നല്ല നിലയിലാവണം, നല്ല നിലയിൽ അവർ രണ്ടുപേരും കൂടെ ജീവിച്ച് കാണണം എന്നുള്ള ഒരു സങ്കല്പത്തിൽ വീട്ടിൽ നിന്ന് അവരെ കല്യാണം കഴിച്ചയക്കുന്നത്. പക്ഷേ ഇത് നല്ല രീതിക്ക് തന്നെ അവർ കല്യാണം കഴിച്ചിട്ട് കൊടുത്ത് ഒക്കുന്നിടത്തോളം സ്വർണവും കൊടുത്ത്, എന്നിട്ട് സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് അവൻ അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, വീട്ടുകാരെ ആരൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഈ പെൺകുട്ടിക്ക് സഹിക്കാൻ വയ്യാതായപ്പോൾ ഈ കുട്ടി എന്തിരുത്, എനിക്ക് വേണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒത്തുതീർപ്പിലേക്ക് എത്തി. അപ്പോഴവൻ്റെ അമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യുമെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യും. എല്ലാത്തിനും നാടകമായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ. 2-3 വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും? എൻ്റെ അനിയനെ വിളിച്ചു, അവൻ വിളിച്ചു. അവൻ്റെ കൂട്ടുകാർ വന്ന് രാത്രി അവനെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കേണ്ട, ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ കയ്യിൽ നോക്കി. അവൻ കല്യാണം കഴിക്കാക്കി ഇരിക്കണം. എൻ്റെ ചേട്ടൻ മരിച്ചു. എൻ്റെ ചേട്ടൻ്റെ മക്കളെ നോക്കി അവൻ്റെ ലൈഫ് പോലും നോക്കാതെ അവൻ ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. അതിലേക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. അമ്മയെ വിളിക്കാതിരുന്നു, സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു, സുഹൃത്തുക്കളെ മൈൻഡ് ചെയ്യായിരുന്നു. അവിടെ അത്ര പൊസസീവ് ഞാനും എനിക്കും അത്ര ഇത് തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അടിക്കാനാണെങ്കിൽ അടിച്ചാൽ പോരെ. കത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ്, നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയാണ്, ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം, ഇയാൾ പൊയ്ക്കോ. ഇപ്പം ഞാൻ ആലോചിക്കണം, അത് ശരി, ഇപ്പം ഞാൻ ഇത്രയും 15 വർഷം കഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇപ്പം എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ, എനിക്കും ആരുമില്ല, ഒരാളുമില്ല. അപ്പോൾ ആ സമയത്ത് അവളെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം? ഞാൻ സ്വയം തീരാൻ പോകുന്നു പറഞ്ഞ് എങ്ങനെ പിടിച്ചോണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് കയ്യിൽ മടക്കി കൊടുത്ത് വെച്ചോണ്ടിരുന്ന വീഡിയോ ഒക്കെ എടുത്തത്. അവളിങ്ങനെ പിടിക്കും, ഞാൻ പിന്നെ അവൾ അവൻ്റെ അടുത്ത് ഈ വയ്യവൻ ഇങ്ങനെ ഈ മദ്യപിച്ച് ലെക്ക് കെട്ട് സൈക്കോളെ കണക്ക് പെരുമാറുമ്പോൾ പറയും അവളെ പാട്ടിന് പോകും, നീ നിൻ്റെ പാട്ടിന് പോകുന്നു. അങ്ങനെയാണ് അവൻ കത്തി എടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നത്, കസേര എടുത്ത് അടിക്കണത്. ഇവൻ എന്തോന്ന് ന്യായം അവൻ പറയും. ഇപ്പം എന്താ കുട്ടിയെ കൊന്നും കൂടെ കെട്ടി തൂക്കിയിരിക്കുന്നു കാണിക്കും. അത് ഇവളിങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കെല്ലാം ഇത് അയച്ചു കൊടുത്തിട്ടാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി. ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾ ശാസ്ത്രമായിട്ട് പോകും, എൻ്റെ അമ്മയെടുത്ത് ചോദിക്കും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? ഇതുവരെ പോയില്ല. എന്തുകൊണ്ട് പറഞ്ഞേ? ആര് പോയി? ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ. എൻ്റെ ശാസ്താംകോട്ടയാണ് അവൻ്റെ വീട്. ശാസ്താംകോട്ട പോയി അമ്മയുടെ അടുത്ത് ചോദിക്കാനാണ് ഈ ഇവരെടുത്ത് ചാനലുകാരെടുത്ത് പറയണത്. അമ്മയുടെ അഭിപ്രായങ്ങൾ തിരക്കിയപ്പോൾ അമ്മ പറയണ ഈ മകനുമായിട്ട് 5 വർഷം കൊണ്ട് ഒരു ഇതുമില്ല, ഏതോ ഒരു മകനാകണ്ട് അവരെ മരിച്ചിട്ടുണ്ട്, ആ മരിപ്പിന് പോലും വന്നില്ലെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവൻ പക്ക സൈക്കോ. അതിന് പറയണത് അവൻ്റെ അമ്മയെ വിളിക്കാൻ പറ്റൂല, ആരെയും വിളിക്കാൻ പറ്റൂല, അപ്പം ഇവക്ക് സംശയരോഗമാണ് എന്നാണ് ഈ നാറി പറയണത്. ഇപ്പം അതുല്യയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് ഇനി അതൊന്ന് നമുക്ക് കേൾക്കാം. SHOയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അതുല്യയുടെ ഭർത്താവ് സതീഷിനെ അടിയന്തരമായി നാട്ടിലേക്ക് എത്തിക്കാനും പോലീസ് നടപടി ആരംഭിച്ചു. നമ്മുടെ നാട്ടിലെമ്പാടും കണ്ടുവരുന്ന ഇപ്പോൾ ഈ അടുത്തിടെയായി ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഇത്തരത്തിൽ ആത്മഹത്യകൾ, ഗാർഹിക പീഡനങ്ങൾ. എന്തുകൊണ്ട് വീട്ടകങ്ങളിൽ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നു? പുറത്താരും അറിയുന്നില്ല, മാതാപിതാക്കൾക്ക് ഇടപെടാനാകുന്നില്ല തുടങ്ങി
പെൺകുട്ടികൾ പേടിച്ചിട്ടാണ് പറയാത്തത്. പെൺകുട്ടികൾ വീട്ടിൽ ചെന്ന് വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയും, അത് കുഴപ്പമില്ല, നിങ്ങളങ്ങ് പോയി ഒത്തുതീർപ്പാക്കി അങ്ങ് വിടണേന. ഇങ്ങനെയുള്ള സൈക്കോളെടുത്ത് കഴിയാനായിട്ട് വീണ്ടും പറഞ്ഞു വിടും. വീണ്ടും പ്രശ്നം ഇത് തന്നെയാവും. വീണ്ടും അവിടെ കിടന്ന് അടിയിടിയും കൊള്ളും അവന്മാർ വന്ന് മദ്യപിച്ച് ലെക്ക് കെട്ട് കുറേ കൂട്ടുകാരും ഒത്ത് അർമാദിച്ച്. ഇത് തന്നെയാണ് നടക്കണത്, ഈ സമൂഹത്തിൽ നടക്കണ ഇത് തന്നെയാണ്. ഈ സഹി കെടുമ്പോഴാണ് ഈ പെൺപിള്ളേരെന്തോന്ന് ചെയ്യണം, ആത്മഹത്യ ചെയ്യണം. അവർ വിചാരിക്കും എൻ്റെ വീട്ടിലും എനിക്ക് സ്ഥാനമില്ലല്ലോ, അഥവാ അവിടെ പോയി നിന്നാൽ 1, 2, 5 ദിവസം അവർക്ക് ഫുഡ് കൊടുക്കും. പിന്നെ ഗതി അത് തന്നെ. അല്ലെങ്കിൽ ചോദിക്കും, അവൾ പോയിട്ട് കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടിട്ട് അവൾ വന്ന് നിൽക്കണം. ഇതാണ് അവിടുത്തെ പറച്ചിൽ. അവൾ വന്ന് നിൽക്കുന്നു, അവളെ പറഞ്ഞു വിട്ടതല്ലേ, അവൾ വീണ്ടും വന്ന് വീട്ടിൽ കിടക്കണം എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. പിന്നെ പോയി അങ്ങ് നിൽക്കാത്തതിന് വൈരാഗ്യം ഉണ്ടാവും. പക്ഷെ ആ വീട്ടിൽ നടക്കുന്ന ഈ കല്യാണം കഴിച്ച് പറഞ്ഞു വിടുന്ന ആ വീട്ടിൽ നടക്കുന്നത് ആ പെൺകുട്ടികൾക്ക്, ആ പറഞ്ഞു വിടുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അവർ ആ വീട്ടിനകത്ത് അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അവന്മാർ ചിലപ്പോൾ വെളിയിൽ മാന്യന്മാരായിരിക്കും. അതുപോലെ അല്ല ഭാര്യ എന്ന് പറയണ അവരെടുത്ത് കാണിക്കുന്ന രംഗങ്ങൾ അവർക്കൊന്നും മിണ്ടാൻ പറ്റൂല. പാതിരാത്രിയിലായിരുന്നാലും എത്രയോ പേര് കയറി അങ്ങനെ വരുന്നുണ്ട്, മദ്യപിച്ച് ലെക്ക് കെട്ട് കൂട്ടുകാരുടെ അമ്മമാരുടെ ഉല്ലസിച്ചിട്ട് കയറി വരുന്നവന്മാരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരരുത്, നല്ലതാവണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ വീട്ടിലെ സാധനങ്ങളൊന്നും കാണൂല, എല്ലാവരെയും അടിച്ച് നശിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യണത്. സഹി കിടമ്പോൾ ചിലർ ഇറങ്ങി അങ്ങ് പോവും, ചിലർ അവിടെ കിടന്ന് അവന്മാരെ കൈ കൊണ്ട് മരിക്കും. അല്ല ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവന്മാർ ഇതേ കണക്ക് ആയുധങ്ങൾ എടുക്കും, അല്ലെങ്കിൽ അവന്മാർ കിണറ്റിച്ചാടാൻ പോകണമെന്ന് പറയും, ഭീഷണിപ്പെടുത്തി ഈ പെൺപിള്ളേരാ. ഇത് കേൾക്കുമ്പോൾ പെൺപിള്ളേരെന്തോന്ന് ചെയ്യും? ഒന്നും മിണ്ടൂല. ഇതാണ് അവിടെ നടക്കുന്നത്. ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ വരുന്നത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടപ്പെട്ടവരോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല? സ്വയം തീരുമാനം വേണ്ടപ്പെട്ടവരടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് അവർ സ്വയം അവിടെ ജീവൻ ഒടുക്കണത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒത്തുതീർപ്പിലോട്ട് പോവും. ഒന്നുകിൽ അവന്മാരെ ആൾക്കാരെ വിളിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ആൾക്കാരെ വിളിക്കും. രണ്ടുപേരും കൂടെ തമ്മിൽ പരസ്പരം ഒത്തുതീർപ്പിലെത്തി വീണ്ടും അവന്മാരെ കൂടെ വിടും. അവന്മാർക്ക് ഇതൊരു നളിയാണ്. നളി എന്ന് പറഞ്ഞാൽ ഒരു 70 തരുമോ എന്തിരുന്നാൽ ഒരു വാക്ക് പറയും. അവന്മാർക്ക് ഇതൊരു രസമാണ്, ഇതൊരു ഹരമാണ്. അവന്മാർക്ക് വീണ്ടും അവന്മാർ തെറ്റിലേക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും. തെറ്റിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞാലും തെറ്റിലേക്ക് പോകും. അവസാനം അവിടെയും കേൾക്കേണ്ടി വരുന്നത് പെണ്ണാണ്. പഴി കേൾക്കേണ്ടി വരുന്നത് ഒരു പെണ്ണ് മാത്രമാണ്. അങ്ങനെ നിന്ന് കൊടുക്കരുത്, നിങ്ങളാരും നിന്ന് കൊടുക്കരുത്. കൊടുക്കണം, കവാലം പുളക്കം അവന്മാർക്കും കിട്ടണം. ഈ സ്ത്രീകളെ ഉപദ്രവിക്കണത് അവന്മാർക്ക് നല്ല യഥത്തിന് കൊടുക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാ? ആ തൻ്റെ ഇടം സ്ത്രീകൾക്കില്ല. അവരെ സ്നേഹിക്കണ അവരെ ഭർത്താക്കന്മാരെയാണ്. എത്രയോ വർഷം കഴിയണവരുണ്ട് ഭർത്താവും ഭാര്യയും തങ്ങളിൽ അടിച്ചും പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. മക്കളെ കരുതി കിടക്കുന്നവർ എത്രയോ പേരുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. കഴിയുന്നില്ല, ആ തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് കുടുംബത്തിന് എന്തുകൊണ്ട് എത്തിക്കാൻ കഴിയുന്നില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇതിന്റെ വിശദവിവരങ്ങളുമായി കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ? ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് 8 അംഗ അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. തെക്കുംഭാഗം SHO ആണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ സ്റ്റേഷനിലെയും കരുനാഗപ്പള്ളി സ്റ്റേഷനിലെയും ഉൾപ്പെടെ 8 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതികൾ വിലയിരുത്തുന്നുണ്ട്. എല്ലാ ദിവസവും ഇവരുടെ ഈ അന്വേഷണത്തിന്റെ പുരോഗതി ACPക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. പ്രധാനമായും ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക, അതിൽ അവർ നേരിട്ട പീഡനങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ചത് ആ മൊബൈൽ ഫോണിലാണ്. ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം. രണ്ടാമത് ഈ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന്റെ ഭാഗമായി അയാളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ ഈ സഹോദരി വിദേശത്താണ്. സഹോദരിയോടാണ് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അവരുടെ ഫോണിലേക്കാണ് വീഡിയോ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളത്. അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തണം. അമ്മയുടെ മൊഴി കഴിഞ്ഞ ദിവസത്തെ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇനി വിശദമായി അമ്മയുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ പ്രതിയെ നാട്ടിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും
കൊണ്ടുവരിക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനുള്ള മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. തുടക്കം മുതൽ അല്ല, ഇതുപോലെ തന്നെ ഈ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവനെ നല്ല പെടപെടച്ച് അവനെ ഇറക്കരുത്, അവനെ പിടിച്ച് അവിടെ ഇടണം. ഈ പെൺകുട്ടിയെ ഇവൻ കൊന്ന് കെട്ടി തൂക്കിയാണെന്ന് നല്ല ഉറപ്പുണ്ട്. ഇവൻ പറയണതല്ലേ ഇവനല്ലെന്ന്, ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവൻ പറയണത്. ഇവൻ എന്നിട്ട് ഈ പെൺകുട്ടിക്ക് അവിഹിത ബന്ധം ഉണ്ടെന്ന് അവൻ വരുത്തി തീർക്കാൻ വേണ്ടി ഇവൻ എന്തോ ചെയ്ത് മീഡിയയുടെ മുന്നിലും അല്ലാതെ കൂട്ടുകാർക്കും എല്ലാവർക്കും വോയിസ് മെസ്സേജൊക്കെ അയച്ച് 3 പേര് കിടക്കണ കട്ടില് നീങ്ങിക്കിടക്കണം. മാസ്ക് എടുത്ത് അവിടെ എത്ര 5-6 സെറ്റ് കണക്കിന് മാസ്ക് വെച്ചിട്ടുണ്ട്, ബട്ടൺസ് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഷർട്ടിലെ ബട്ടൺസ് അല്ല അവിടെ ഇരിക്കണത്, വേറെ ആരുടെയോ ആണ്. പിന്നെ ഗ്ലൗസ് ഇതൊക്കെ എന്തിന്? അങ്ങനെ വേറൊരാളാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലൗസ് എല്ലാം അവിടെ വെച്ചിട്ട് പോകൂലല്ലോ. ആരെങ്കിലും ഇതിനകത്ത് വന്ന് ഉപദ്രവിക്കാൻ കയറിയെങ്കിൽ ഇതൊന്നും അവിടെ വെച്ചിട്ട് പോകില്ല. അതുപോലെ കത്തി അവിടെ വെച്ചിട്ടുണ്ട്. യവൻ എന്തോ ചെയ്ത് ഇതെല്ലാം യവൻ സംഘടിപ്പിച്ച് അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി യവൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ മാന്യൻ ഇറങ്ങി വെളിയിലും അങ്ങോട്ട് പോയി. യവൻ നല്ലതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്. യവൻ ഈ പെൺകുട്ടിയെ അതിക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. യവനെ വെറുതെ വിടരുത്, യവനെ ശിക്ഷിക്കണം. യവൻ ജീവിതകാലം മുഴുവനും യവൻ അവിടെ കിടന്നിട്ട് യവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. സത്യം പറയാലോ, നമ്മുടെ നാട്ടിൽ നിയമം എന്ന് പറഞ്ഞ ഒരു സാധനം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടികൾ അത്രയും പ്രായപൂർത്തിയാവാത്തതിനെ എത്രയെണ്ണത്തിന് കൊണ്ടുപോയി നശിപ്പിച്ച അവന്മാരില്ലാത്ത രംഗങ്ങൾ മൊത്തവും ചെയ്ത് അതിൻ്റെയൊക്കെ പൊടി പോലും ഉണ്ടായില്ല. പോണ വഴിക്ക് ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ തങ്ങളിൽ വേർപിരിഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാശിക്ക് പോണ വഴിക്കല്ലേ അവരെ ഉപദ്രവിക്കണത്. എത്രേ എണ്ണത്തിനെ വെട്ടി കൊല്ലണം, അടിയും പിടിയും. പിന്നെ എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആവണേനെ വരെ കൊന്ന് കെട്ടി തൂക്കണില്ലേ. ഒന്നീ സ്ത്രീധനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവന്മാർക്ക് കാറ് കുറഞ്ഞോ എന്ന് പറയും, അല്ലെങ്കിൽ അവന്മാർക്ക് വേറെ ബന്ധമുണ്ടെന്ന് പറഞ്ഞും കൊണ്ട് എന്തെല്ലാം ചെയ്യണം. ഇതിൽ എല്ലാവരും ഒന്നും അല്ല. 100 പേരിൽ കുറച്ച് പേരെങ്കിലും ഒക്കെ കാണും, ഭാര്യ സ്നേഹിക്കണവർ കാണും, ഇല്ലെന്ന് പറയാൻ പറ്റൂല, കാണും. ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. അവരെ കയ്യിൽ ഉള്ളതിനെ കൊടുത്ത് പറഞ്ഞയക്കും. എന്തിനാണ് അവർ പോയി ജീവിക്കട്ടെന്നും പറഞ്ഞ് ഈ പെൺകുട്ടികളെ അതിനകത്തിട്ട് കഷ്ടപ്പെടുത്തുന്നതായ കഷ്ടപ്പാടുകൾ. യവന്മാർ മനുഷ്യന്മാരാണ്. യവന്മാർക്ക് ഇതുപോലെ വേദന വേണം. യവൻ പറയണെന്തോന്നാണ്, എൻ്റെ മോള് പോയി, എൻ്റെ മോള് എന്നിട്ട് ഞാൻ ഫാനിൽ തൂങ്ങാൻ പോയി. അവൻ്റെ ലുങ്കിയാണ് അഴിച്ച് അവൻ കെട്ടി തൂക്കിയത്. യവൻ ഉടുത്തിരുന്ന ലുങ്കി അഴിച്ച് ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊന്നതിന് ശേഷം കെട്ടി തൂക്കി. ഇനിയെങ്കിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആ അമ്മയൊക്കെ പറഞ്ഞാൽ, അമ്മയ്ക്കും അച്ഛനും തന്നെ ഇതിൻ്റെ പങ്ക്. സത്യം പറയാമല്ലോ, ആ അമ്മയും അച്ഛനും ആ കല്യാണം കഴിച്ച് കൊടുത്തപ്പം മുതൽ ഈ പെൺകുട്ടി അവിടെ കിടന്ന് ഇത്രയും ത്യാഗം സഹിച്ചിട്ടും വിസ്മയ കേസ് വന്നു. ആ വിസ്മയെ കൊന്നതാണ്. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. അവൻ പോയി ജയിലിൽ പോയി കുറേ നാൾ കിടന്നിട്ട് അവനെ ജാമ്യത്തിൽ ഇറക്കി വിട്ടില്ലേ? അതാണ് പറയണത്. അതുപോലെ വിഭജിക ഇതുപോലെ ഈ കുട്ടികളെ അതും ഇതുപോലെ തന്നെ ഗൾഫ് രാജ്യത്ത് കിടക്കണം. അത് ഷാർജയിലോ അങ്ങനെ കണ്ടെയാണ് വിഭജിക. അതിനെ ഇതുപോലെ തന്നെയാണ്, അതിനെയും കൊന്നു കെട്ടി തൂക്കിയതാണ്. 2 കയറിൻ്റെ തുമ്പിൽ ഒരു പിഞ്ചു കുഞ്ഞ്, 1.25 വയസ്സായ മോളെയും ഒരു അമ്മയെയും, വിഭജികയും മോളെയും അത് 2 കയറിലാക്കിയിട്ട്, അല്ലെങ്കിൽ ആ കുട്ടി അത് കാലൊക്കെ കിടന്ന് തറയിൽ എഴയാണ്. അവരെ കൊണ്ട് ഒക്കും കണക്കൊക്കെ അവർ കൊന്ന് ഇതേ കണക്ക് അവർ കെട്ടി തൂക്കുകയാണ്. ഇത് എന്തോന്ന് ഇത്? എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഇത്രയും സഹിച്ച് കിടക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ഇങ്ങനെ സഹിക്കുന്നുണ്ട്, സഹിച്ച് അടിമപ്പണി ചെയ്ത് കിടക്കുന്നവരുണ്ട്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാമല്ലോ. നിങ്ങൾ അങ്ങനെ സഹിച്ച് കിടക്കേണ്ട കാര്യമില്ല. ഇറങ്ങി പോണോ അവിടെ. ബന്ധമെങ്കിൽ ബന്ധം വേർപെടുത്തിയിട്ട് ഇറങ്ങിപ്പോ. ബന്ധം വേർപെടുത്തണ പിന്നെ ആവട്ടെ, ഇറങ്ങി മാറി നിന്നിട്ട് സാവകാശം വേർപെടുത്തുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ കിടക്കരുതേ. ഇങ്ങനെയുള്ള സൈക്കോളെ കൂടെ കിടക്കരുത്. മദ്യത്തിനും മയക്കുമരുന്നിനും പെണ്ണിനും ഇതായിട്ട് നടക്കണവരെ കൂടെ നിങ്ങൾ കിടക്കരുത്. കൂടുതലും ഈ 2-3 കാര്യത്തിലാണ് സ്ത്രീകൾ പിറകിലോട്ട് പോണത്. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയണം, അങ്ങനെ ഉള്ളവന്മാരുണ്ട്. ഒരുപാട് പെമ്പിള്ളേർ സഹിച്ച് കിടക്കണവരുണ്ട്, ഇപ്പോഴും സഹിച്ച് കിടക്കുന്നു. ആത്മഹത്യ ചെയ്യണ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അവന്മാർക്ക് വേറെ ബന്ധം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവന്മാർക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി പല ന്യായങ്ങളും പറയും.
അങ്ങനെയുള്ള എത്ര കേസുകൾ. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഇനിയുള്ളവരെങ്കിലും അവരെ മനസ്സ് വീട്ടുകാരോട് സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ ഒത്തുതീർപ്പിലാക്കേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരു വീട്ടുകാർക്കൊരു ബാധ്യതയാണെന്ന് കരുതും. അവളിനി പോയിട്ട് വന്ന് കിടന്നാൽ അതിനി ബാക്കിയുള്ളവർക്കൊരു ബാധ്യതയാണല്ലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉള്ള കഞ്ഞിയും കുടിച്ച് ജീവന് വേണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറിപ്പോവുക. ഇനിയെങ്കിലും അങ്ങനെ കിടക്കാതിരിക്കുക. തുറന്ന് പറയണമെങ്കിൽ നാട്ടുകാരെടുത്ത് ആരെടുത്തെങ്കിലും തുറന്ന് പറയണം, എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതിനൊരു നിയമ നടപടിയൊന്നുമില്ല. ആ നിമിഷപ്രിയയെ കണ്ടില്ലേ? വേറൊരു രാജ്യത്തായതുകൊണ്ടാണ് ആ നിയമം നമ്മളെ നാട്ടിൽ വരണം. യവന്മാർക്കൊക്കെ പേടി വേണം. നിയമം നല്ലതായെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. അവന്മാർക്ക് പേടി കാണും.